വായനയെക്കുറിച്ച് മാഷ് പറഞ്ഞപ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. വായന ഒരു ടൂളാണെന്ന് മാഷ് പറഞ്ഞു. ഒരു അധ്യാപകൻ എന്നുള്ള നിലക്കാണ് ഒരു കോണ്ടെക്സ്റ്റിലാണ് മാഷ് അത് പറഞ്ഞെങ്കിൽ പോലും ഞാനിങ്ങനെ സുഹൃത്തുക്കളായിട്ടുള്ള വായനക്കാരെയൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ പലരുടെയും വായനാ രീതികളൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ പലരും വളരെ വൈഡായിട്ട് സാഹിത്യവും നോൺ ഫിക്ഷനും എല്ലാം രാഷ്ട്രീയവും ഒക്കെ എല്ലാം ഒരുമിച്ച് വായിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ കൂടെ സിനിമ കാണുന്ന, ഈ കലാപ്രദർശനങ്ങൾക്ക് പോകുന്ന, എല്ലാത്തിലും ഇടപെടുന്ന, എന്നാൽ ആത്യന്തികമായിട്ട് ഒന്നിലും ഒരു സമാധാനം കണ്ടെത്താത്ത വായനക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്. പക്ഷെ മാഷെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടൊരു വ്യത്യാസം എന്ന് വെച്ചാൽ, മാഷ് സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടെ പുസ്തകം, വായന, അതിനൊക്കെ മാഷ് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വളരെ മൂല്യവത്തായിട്ട് വായിച്ച് മറക്കാനുള്ള ഒരു രസം കണ്ടെത്താനുള്ള ഒരു പരിപാടി എന്നുള്ളതിനപ്പുറത്തേക്ക് മാഷ്ടെ വായന വളരെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്കുള്ള മാഷുടെ ഒരു ജീവിതത്തെ എങ്ങനെയാണ് മാഷ് ഇപ്പോൾ നോക്കുന്നത്? പ്രത്യേകിച്ച് ഇടവണ്ണ പോലെയൊക്കെ ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ ഒരു സാഹിത്യാസ്വാദകനും വായനക്കാരനും ഒക്കെ ആയിട്ട് വളരുമ്പോൾ അതിനൊരുപാട് പ്രതിബന്ധങ്ങൾ ആ സമയത്തുണ്ടാവും. ലൈബ്രറികളൊന്നും അത്ര സജീവമായിട്ടുണ്ടായിരുന്നില്ല. മാഷ് എങ്ങനെ സ്വന്തമായിട്ട് പുസ്തകങ്ങൾ കണ്ടെത്താനും വായിക്കാനൊക്കെ തുടങ്ങുന്നത്? ഞാൻ വായനക്കാരൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു പേടിയാണ്. കാരണം വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാർ എന്നൊക്കെ പറഞ്ഞത് കുറച്ചും കൂടെ ഒരു വലിയ രീതിയിൽ ഉള്ളൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. വായിക്കുന്ന ഒരാൾ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വലിയ വായനക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെത് വളരെ പേഴ്സണൽ റീഡിങ് ആണ് ശരിക്കും. അപ്പോൾ അത് വായിക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടം ആണ്, അല്ലെങ്കിൽ വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വായിക്കുന്നു. അതാണ് ഒരു ഒന്നാമത്തെ കാര്യം. വായന എനിക്ക് ഒരുപാട് എന്തൊക്കെയോ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് സന്തോഷം തരുന്നു, സ്വസ്ഥത തരുന്നു, നമുക്ക് ചില ഉത്തരങ്ങൾ തരുന്നു, വെളിച്ചം തരുന്നു. ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ കിട്ടിക്കൊണ്ടേ ഇരിക്കണം. നമ്മളിങ്ങനെ എന്നും മുറ്റടിച്ചു വരിക എന്ന് പറയുമ്പോൾ ചൂലെടുത്ത് ഇങ്ങനെ അടിച്ചു വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്നും നമ്മളെ ഇങ്ങനെ വൃത്തിയാക്കാനും നമ്മളെ നവീകരിക്കാനും ഇതിനൊക്കെ എനിക്കിപ്പോൾ ഉള്ള അവൈലബിളായ അല്ലെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു പണി വായിക്കലാണ്, അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഉപയോഗിക്കലാണ്. ആ നിലക്കാണ് ഞാൻ ടൂൾ എന്നുള്ളത് കാണുന്നത്. പിന്നെ ഇപ്പം ഇടവണ്ണ പോലത്തെ സ്ഥലം അങ്ങനത്തെ ഒരു വായനയുടെ ഒരു അന്തരീക്ഷം എന്നുള്ള സ്ഥലമൊന്നുമല്ല. ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം നമ്മൾ കാണുന്നില്ല. സ്കൂളിൽ ലൈബ്രറി ഇല്ല, നാട്ടിൽ ലൈബ്രറി ഇല്ല. പിന്നെ കുറച്ചും കൂടി ഒരു ഇസ്ലാമിക വായന ഇവിടെ ഉണ്ട്. അത് പരമ്പരാഗതമായിട്ടുള്ള ഖുർആൻ പാരായണമായിരിക്കാം. ഇസ്ലാമിക പുസ്തകങ്ങൾ വായിക്കുന്നവർ ഞാൻ വളരെ കുറച്ചേ കണ്ടുള്ളൂ. പക്ഷെ വാങ്ങുന്നവരെ, അത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്ന് വായനയിൽ എനിക്ക് എൻ്റെ മുമ്പിലുള്ള ഒരു അന്തരീക്ഷം എൻ്റെ വീട്ടിലെ അന്തരീക്ഷമായിരുന്നു. അത് വായിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം. അത് വാപ്പ ഒന്നാമത്തെ കാര്യം. എൻ്റെ വാപ്പ നന്നായി വായിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. വാപ്പക്ക് പുസ്തകശേഖരമൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യമേ ഇത് കാണും. പിന്നെ വാപ്പയുടെ ഒരു സ്വഭാവമുണ്ട്, ഒരുപാട് അത് എൻ്റെ ഉള്ളിലുണ്ട്. ഈ വായനയായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴാട്ടോ, വാപ്പ എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ച് തലകേറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വാപ്പക്ക് ഭയങ്കരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ വാപ്പ അത് പറയും. ഇപ്പോഴും എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ പറയും വാപ്പ. മാത്രമല്ല ഇത് അത്ഭുതം തോന്നിയൊരു കാര്യമുണ്ട്. ഞാനൊരു പക്ഷേ അതിലിട്ട് പല വർത്തമാനം പറഞ്ഞാലും ഇത് ഞാനൊരു പക്ഷെ പറയാൻ സാധ്യത പറഞ്ഞിട്ടില്ല. പിന്നെ വാപ്പ കഥാപ്രസംഗം എഴുതുമായിരുന്നു. കഥാപ്രസംഗം എഴുതുക പറഞ്ഞാൽ എൻ്റെ മൂത്ത പെങ്ങള്, മൂത്ത രണ്ടാളുണ്ട്. അതിൽ രണ്ടാമത്തെ ആള് സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾക്ക് കഥാപ്രസംഗം, അവൾ ചോദിച്ചതാണോ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ അതുകൊണ്ട് എനിക്ക് അത്ര ഓർമ്മയില്ല. അവൾക്ക് കഥാപ്രസംഗം വേണം. അപ്പോൾ വാപ്പ കഥാപ്രസംഗം എഴുതുകയാണ്. കഥാപ്രസംഗത്തിനുള്ള കഥ ഏതാ അറിയോ? കാഫ്കയുടെ മെറ്റമോർഫോസിസ് ആണ്. അപ്പോൾ എനിക്കിത് കാഫ്ക ആരാ, മെറ്റമോർഫോസിസ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ LP ക്ലാസ്സിൽ, ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കണേ, 4ലോ 3ലാണ്. പെങ്ങളപ്പോൾ 6ാം ക്ലാസ്സിലാണ്. ഞങ്ങൾ തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമുള്ളത്. അപ്പോൾ പെങ്ങൾ സ്കൂൾ വാർഷികത്തിൽ അവതരിപ്പിക്കാൻ പിന്നെ കഥാപ്രസംഗം വേണമെന്ന് വാപ്പയോട് പറയുന്നു. വാപ്പ കാഫ്കയുടെ, അപ്പം അന്ന് വായിച്ച പുസ്തകം അതായിരിക്കും ആ സമയത്ത്, മെറ്റമോർഫോസിസ്. ഞാൻ ഇന്നും മെറ്റമോർഫോസിസ് വായിച്ചിട്ടില്ല.
കാഫ്കയുടെ കഥകൾ വായിച്ചിട്ടുണ്ട്. ആണോ? ഞാനൊന്നും വായിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് വായിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വാപ്പ കഥാപ്രസംഗമാക്കിയിട്ട് പെങ്ങളെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കുമ്പോൾ ഗ്രിഗറി സാംസ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഥാപ്രസംഗത്തിന്റെ ആ നാടകീയമായ രീതിയിൽ പറയുന്നു. അതിനുള്ള കഥാപ്രസംഗത്തിന് പാട്ട് വേണമല്ലോ. ഈ പാട്ട് വാപ്പയാണ് എഴുതുന്നത്. വാപ്പ പാട്ടൊക്കെ എഴുതുന്നുണ്ട്. വളരെ രസകരമായ അന്നത്തെ പഴയ ഹിന്ദി മലയാളം സിനിമാ പാട്ടിൻ്റെ ഒക്കെ ട്യൂണൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകൾ ഈ കഥയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പാറ്റയായി മാറിയ ഗ്രിഗറി സാംസ. എന്നിട്ട് ഈ സാംസ വീടിൻ്റെ അകത്ത് വാതിൽ കുറ്റിയിട്ട് ഉറങ്ങിയ ആള് ഒരു സുപ്രഭാതത്തിൽ പാറ്റയായിട്ട് മാറിയിരിക്കാം, കൂറയായിട്ട് മാറിയിരിക്കുകയുള്ളൂ. അപ്പോൾ ഇയാൾ വാതിലിൻ്റെ ബോൾട്ട് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. ഈ കൂറയുടെ വായ ഉപയോഗിച്ചിട്ട് വേണം, വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ വേലക്കാരി ഒരു മുറത്തിൽ, അതൊക്കെ വാപ്പ കഥയിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്ക് വാപ്പാൻ്റെ കഥാപ്രസംഗമാണ് കാഫ്കയുടെ മെറ്റമോർഫോസിസ്. 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആലോചിക്കണം. നമ്മൾ ബാലരമയൊക്കെ വായിക്കുന്നുണ്ട്, അത് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് കാഫ്ക ആരാണ്, മെറ്റമോർഫോസിസ് എന്തൊന്നും അറിയാതെ ഒരു കഥാപ്രസംഗ രൂപത്തിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. പെങ്ങളത് പഠിപ്പിക്കുമ്പോൾ ഞാൻ അപ്പുറത്തിരുന്നിട്ട് എൻ്റെ പണികളൊക്കെ എടുക്കും, ഞാൻ കളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനിത് കാണാതെ പഠിക്കുന്നുണ്ട്. പിന്നെ പെങ്ങളിത് വാപ്പ പോയി കഴിഞ്ഞാൽ അവളത് ഉരുവിട്ട് പഠിക്കുന്നുണ്ട്. അവൾ പഠിക്കുമ്പോൾ ഞാൻ അത് കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കാൻ നമ്മളൊക്കെ മുമ്പിലിരുത്തിയിട്ട് നമുക്ക് മുമ്പിൽ കഥ പറയുന്നു. അങ്ങനെ സ്കൂളിൽ കഥ പറയുന്നു, പിന്നെ മൈക്കിൽ. അപ്പോൾ ഇതുവരെയുള്ള ഈ ഘട്ടങ്ങളിൽ ഞാനും അതിൻ്റെ ഭാഗമാണ്. പിന്നെ വാപ്പ രണ്ടാമത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പാമ്പ് എന്നുള്ള കഥ, ചെറുകഥ എടുത്തിട്ട് കഥാപ്രസംഗമാക്കുന്നു പിന്നത്തെ വർഷം. അപ്പോൾ ഇവിടെപ്പോഴേക്ക് ഒരു കഥാപ്രസംഗത്തിൻ്റെ ആളായി മാറുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വാപ്പ ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ജാതീയതയുടെ ഒരു വലിയൊരു ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടൊരു കഥയാണത്. ഒരു പായസം ഉണ്ടാക്കുന്ന പാട്ടിയുടെ കഥയാണ്, കഥയുടെ പേര് ഓർമ്മയില്ല. അത് ഇങ്ങനെ 3 കഥാപ്രസംഗങ്ങൾ ഈ കാലത്ത് വാപ്പ. ഇത് സാംബശിവൻ ലോക ക്ലാസിക്കൊക്കെ കഥാപ്രസംഗം അവതരിപ്പിച്ച് മലയാളികളുടെ ഇടയിലേക്ക് ക്ലാസിക്കുകളെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിലേക്ക് ഈ പറഞ്ഞ രചനകളെയൊക്കെ അല്ലെങ്കിൽ വായിക്കാനൊക്കെയുള്ള പ്രേരണയെ വാപ്പാൻ്റെ കഥാപ്രസംഗം പഠിപ്പിക്കുന്നതിലൂടെ വീട്ടിൽ നിന്ന്. പിന്നെ വാപ്പ വായിക്കുന്ന നമ്മളിങ്ങനെ കാണുന്നു. അപ്പോൾ കളിപ്പാട്ടം തന്നെ പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഒന്നും ഞാൻ വായിച്ചു തീർത്ത 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ചു തീർത്ത നോവല് എനിക്കിപ്പോൾ പറയാൻ ഒരു നാണം പോലെയാണ്. എമിലി സോളയുടെ പ്രണയ ചാബല്യങ്ങൾ എന്ന നോവലാണ്. വലിയ കിതാബാണത്. അത് വീട്ടിലുണ്ട്. എന്താണോ അതിൽ പിന്നെ പ്രണയത്തിൻ്റെ ചാബല്യങ്ങൾ അതൊന്നും അറിയില്ല. പക്ഷെ വായിക്കുന്നത് ഒരു രസമുള്ള പരിപാടി എന്നുള്ളത് വാപ്പ അങ്ങനെ ഇരുന്ന് വായിക്കുമ്പോൾ വായിക്കുമ്പോൾ പുഞ്ചിരിക്കണതും വാപ്പ സങ്കടപ്പെടുന്നതും വാപ്പ അത് മറ്റുള്ളവരോട് പറയണമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ വീട്ടിൽ ഉമ്മ അത് കേട്ടിട്ട് ഉമ്മ വായിക്കുന്നുണ്ട്. ഉമ്മ MTയുടെ കഥകൾ വായിക്കുന്നുണ്ട്, മലയാറ്റൂരിൻ്റെ കഥകൾ ഉമ്മ വായിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ അങ്ങനെ ഒരു വായിക്കുന്ന ഒരു അന്തരീക്ഷം വന്നപ്പോൾ നമുക്ക് അപ്പോൾ ഇതൊരു രസമുള്ള പരിപാടി എന്നുള്ള തോന്നൽ വളരെ ചെറുപ്പത്തിലേ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നത്. പിന്നെ അത് തുടരുന്നു. പിന്നെ അതിങ്ങനെ പുസ്തകം നമ്മൾ തന്നെ വാങ്ങാൻ തുടങ്ങുന്ന ഒരു വരുമാനം കിട്ടിയ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ പുസ്തകം വാങ്ങി തുടങ്ങുന്നു. വരുമാനം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കാശ് ഒരു കുട്ടി ടിലിട്ടേക്കണ അത് ഉപയോഗിച്ചിട്ടൊക്കെ പുസ്തകം വാങ്ങുന്നുണ്ട്. എനിക്ക് വേണ്ട പുസ്തകമാണ് വാപ്പാൻ്റെ പുസ്തകങ്ങൾ. പിന്നെ എനിക്ക് പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത പുസ്തകങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേണ്ട പുസ്തകം എന്നൊരു രീതിയിലൊക്കെ ലൈബ്രറി ഇടപെടണമല്ല. പിന്നെ നമ്മൾ കുറച്ച് ഉൾഭാഗത്തുള്ള ഐന്തൂര് പോലത്തെ ഉൾപ്രദേശങ്ങളിലെ ലൈബ്രറിയിലേക്കൊക്കെ 10ാം ക്ലാസ്സിലേ പഠിക്കുമ്പോൾ അപ്പോഴേക്കും നമുക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ കൂട്ടുകാർ എനിക്ക് തോന്നുന്നു അവരൊക്കെ ലൈബ്രറിയിലേക്ക് എൻ്റെ കൂടെ പോരുന്നത് ഞാൻ അവരോട് കഥ പറയുന്നതുകൊണ്ടാണ്. ഈ ഷെയറിങ്, കാരണം അത് വാപ്പ ശീലിപ്പിച്ചൊരു കാര്യമാണ്. ഒരു രസമുള്ള കഥ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കഥ പറയും. പിന്നെ സിനിമ കാണാൻ ഇടവണ്ണ തിയേറ്റർ ഉണ്ട്, പക്ഷേ പഴയ സിനിമകളാണ് വരിക. നിലമ്പൂർ, എൻ്റെ തറവാട് നിലമ്പൂരായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിലമ്പൂർക്ക് പോകും ഇടവണ്ണയിൽ നിന്ന്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് പുതിയ സിനിമ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം, പുതിയ സിനിമകൾ കാണാൻ എനിക്ക് അവിടുന്ന് അവസരമുണ്ട്. അപ്പം ജയൻ്റെ ഈ മൂർഖനും സർപ്പവും മറ്റേ ഇത്തരം സിനിമകളൊക്കെ നമ്മളന്ന് കാണുമ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ നിലമ്പൂരിൽ തിരിച്ചു വരുന്നത് കുറേ കഥകളായിട്ടാണ്. ഈ സിനിമേൻ്റെ കഥ പറയാനാണ്. ഇത് കേൾക്കാൻ നമ്മുടെ ടീം റെഡിയാണ്. കാരണം ഇവർക്ക് വേറെ ഒരു അവസരമല്ലല്ലോ. അപ്പം നമ്മൾ ഈ കഥ പറയും. ഈ കഥ പറയുമ്പോൾ അവർ ഭയങ്കര ആസ്വദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ കഥയാണെങ്കിലും കൂടുതൽ കഥ വായിക്കണം എന്നുള്ള ആ ഒരു ഇത് വായനയിലെ നമ്മളെ പിടിച്ചു നിർത്താൻ ആളുകൾക്ക് വേണ്ടതാണ്, ആളുകൾ ആസ്വദിക്കുന്നുണ്ട്
പിന്നെ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കാനും പ്രസംഗിക്കാനും കുട്ടികളുടെ ഇടയിലേക്കൊക്കെ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുകയാണ് ഇത് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ കുട്ടികൾക്ക് വായിച്ചു കൊടുത്ത കഥ സന്തോഷ് ചേച്ചി കാനത്തിൻ്റെ മിസ്സാറു എന്നുള്ള ചെറുകഥയാണ് മാതൃഭൂമിയിൽ വന്നിട്ടുള്ളത്. അത് എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. ഈ പറഞ്ഞ രീതിയിൽ ഈ പുതിയ കാലത്തെ കുട്ടികളാണ്, അത് ഒരു വേണമെങ്കിൽ തന്തവൈബ് ഉപദേശം, എന്താ പറയുക, സ്വദേശ കഥയാണ്, ആ രീതിയിൽ പറയാം. പൊളിറ്റിക്കലായിട്ടുള്ള എലമെന്റ്സ് ഒക്കെ അതിനകത്തുണ്ടെങ്കിലും. അപ്പോൾ എനിക്കിതൊന്ന് പരീക്ഷിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കഥ ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഞാനൊരു കളവ് പറഞ്ഞു കുട്ടികളോട്. പിന്നെ സന്തോഷ് ചേച്ചിക്കാരത്തിന് എനിക്ക് അറിയാം, പക്ഷെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര സൗഹൃദമൊന്നുമില്ല, പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു തവണ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഈ കഥാകൃത്തിന് നിങ്ങൾ ഈ കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. 8ാം ക്ലാസ്സിലെ കുട്ടികളോടാണ്. അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു പരിപാടിയാണെന്ന് കുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ കുട്ടിയുടെ ഇരിക്കുന്നു, ഈ കഥ നമ്മൾ വായിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് കുട്ടികൾ നന്നായിട്ട് ആസ്വദിച്ചു. 3-4 ക്ലാസ്സിൽ ഞാൻ ഈ കഥ നടന്ന് വായിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു വലിയ സംഗതി ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കാരണം ഈ കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഈ ലോകത്ത് ഞാനല്ലാതെ, ഇടവണ്ണയിലെ കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കാൻ ഞാനല്ലാതെ വേറൊരാളില്ലാതുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ സ്കൂളിലെ മറ്റു അധ്യാപകർ ഈ കഥ പറഞ്ഞു കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ അവർക്ക് വേറെ ആരും ഈ കഥ പറഞ്ഞു കൊടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ കഥ പറച്ചിലിനെ കാണുന്നത്. അപ്പോൾ അത് പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് പറഞ്ഞു കൊടുത്ത കഥയൊക്കെ എപ്പോഴും ഓർത്തെടുത്ത് പറയുന്ന കുട്ടികളും ആ എഴുത്തുകാരൻ്റെ പുസ്തകം ചോദിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന നമ്മളെ പഴയ 10 കൊല്ലമൊക്കെ മുമ്പ് പഠിപ്പിച്ച കുട്ടികളൊക്കെ, അപ്പോൾ നമുക്കത് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കര പ്രതീക്ഷ തരുന്നുണ്ട്. അപ്പം എൻ്റെ വായനയെക്കുറിച്ചാണ് പറയുന്നത്, പക്ഷേ എൻ്റെ വായന ഇതിനും കൂടെ ഉള്ളതാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ രീതിയിലും കൂടി, അതുകൊണ്ട് എനിക്ക് എല്ലാവരും പറയുന്ന പുസ്തകമൊന്നും ഞാൻ അങ്ങനെ വായിക്കാറില്ല. ആ പുസ്തകം വായിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ വായിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വായിക്കാറില്ല. ഒന്ന്, വേണ്ടതിലധികം പുസ്തകമുണ്ട്, ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിന്ന് ഒരു സെലക്ഷൻ നിർബന്ധമാണ്. നമുക്ക് ആകെ കുറച്ച് സമയമേ ഉള്ളൂ. ഞാനിവിടെ എൻ്റെ ബുക്ക് ഷെൽഫുമ്പോൾ തന്നെ എഴുതി വെച്ച് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ, പക്ഷെ കുറച്ച് സമയം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് എല്ലാ പുസ്തകമൊന്നും വായിക്കാൻ നമുക്ക് സമയമല്ല. പിന്നെ നമ്മളെ ഒരു നിർബന്ധിതാവസ്ഥ വരാറുണ്ട് ചില വായനയിൽ. സുഹൃത്തുക്കളൊക്കെ എഴുതിയ പുസ്തകം, ഒരുപാട് സുഹൃത്തുക്കളുടെ ആദ്യ വായനക്കാരൻ ഞാനാണ്. എഴുത്തുകാരായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. അവരുടെ ആദ്യ വായനക്കാരൻ ഞാനായതുകൊണ്ട് അവർക്ക് വേണ്ടി അവരുടെ പുസ്തകം നമ്മൾ വായിച്ച് ചെറിയ രീതിയിൽ എഡിറ്റ് എന്ന് പറയാൻ വയ്യ, നമ്മൾ ചെയ്യാറുണ്ട്. അത് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരുപാട് സമയം പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറേ എഴുത്തുകാരായ സുഹൃത്തുക്കൾ അവരുടെ പുസ്തകം വായിച്ചിട്ട് മാഷേ ഞങ്ങൾ ഫേസ്ബുക്കിൽ റിവ്യൂ ഒക്കെ ഇടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു പറ്റിക്കാൻ പാടില്ലല്ലോ. ഏറ്റിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ വായിക്കണം. വായിച്ചിട്ട് നമ്മളങ്ങനെ റിവ്യൂ ഇടാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ചില വായനകൾക്കും സമയം കണ്ടെത്തണം. പിന്നെ എനിക്ക് വേണ്ടി വേറെ വായിക്കണം. നമ്മൾ അതിന് കള്ള് വേറെ കുടിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പുസ്തകങ്ങൾ വായിക്കണം. ഇപ്പൊ കുറച്ചും കൂടെ ഒരു മിസ്റ്റിക് സ്വഭാവമുള്ള പുസ്തകങ്ങൾ ആണ് ഇപ്പൊ നമുക്ക് ഈ സ്വസ്ഥതയെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വായന. അപ്പൊ അങ്ങനത്തെ പുസ്തകങ്ങൾ എപ്പോൾ വായിക്കാം, വായിച്ചതന്നെ വീണ്ടും വീണ്ടും ചിലപ്പോൾ വായിക്കും. അപ്പോൾ അത് വേറെയും വായിക്കണം. പിന്നെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പുസ്തകം വേറെ വായിക്കണം. പിന്നെ ഈ കുട്ടികൾ ഇൻസ്റ്റയിൽ വന്ന സാധനം എന്ന് പറയുമ്പം ചുരുക്കി പറഞ്ഞാൽ വായന നമുക്കൊരു വലിയൊരു പണിയായിട്ട് പണി തരുന്നുണ്ട്. അല്ല, മാഷ് ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, നമ്മളും അടുത്ത് ഇടപെട്ട് തുടങ്ങുന്നത് വോയിസ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമാണ്. മാഷ് കല്ലിടമ്പിലേക്ക് താമസം മാറി നമ്മളന്ന് ചെറിയൊരു ഷെഡിലാണ് ലൈബ്രറി നടത്തുന്നത്. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു പുസ്തകം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഉന്നത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ പരലോകം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ മാഷ് അതിങ്ങനെ എടുത്തു തരുമ്പോൾ പറയുന്നുണ്ട്, നേരത്തെ ആ കുട്ടികളോട് പറഞ്ഞപ്പോൾ ഇത് ഈ ഉദ്ദേശിച്ച പരലോകം അല്ല കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഓർത്തു. ഇങ്ങനെ വളരെ നേരിട്ട് പലരുടെയും പ്രത്യേകിച്ച് കുട്ടികളുടെ ഒക്കെ ജീവിതത്തിൽ മാഷ് ഇടപെടുകയും എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയും നമുക്കൊരു ദിശാബോധം തരികയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഘടകം കൂടിയാണ് മാഷുടെ വായന എന്നുള്ളത്. മാഷ്ക്ക് എന്നതുപോലെ തന്നെ നമുക്കൊക്കെ അതിൻ്റെ ഒരു വെളിച്ചം മാഷ് ഇങ്ങനെ ഈ ഷെയറിങ് മെന്റാലിറ്റി കൊണ്ട് പലപ്പോഴായിട്ട് പകർന്നു നിന്നിട്ട് നമ്മുടെയൊക്കെ വായനയിൽ അത് വലിയ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇന്നലേക്ക് മാഷൊരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ആണ് തോന്നുന്നു യതി വളരെ സജീവമായിട്ട് കേരളത്തിലെ യുവാക്കളുടെയും കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന ആളുകളുടെ ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് നിത്യചൈതന്യതി. അപ്പോൾ മാഷുടെ ഇപ്പൊ മാഷ് കൂടുതലും അത്തരം പുസ്തകങ്ങളാണ് വായിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ യതിയിലൂടെ ആയിരുന്നില്ലേ മാഷുടെ ആ ഒരു വായനയുടെയും തുടക്കം? അത് സത്യമായിട്ടും അങ്ങനെയാണ്. നമ്മളൊരു ഈ മിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മൾ പഠിച്ചു വെച്ച ഒരു മതം അല്ലെങ്കിൽ ഇടവണ്ണ പോലത്തെ ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ പണ്ട് ചെറുപ്പം മുതലേ കേട്ട് തുടങ്ങിയിട്ടുള്ള ഈ മതദർശനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചില ചിന്തകളുണ്ട് എന്നും പിന്നെ അതിലൊക്കെ നമുക്കൊരു വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ശാന്തിയൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ തോന്നല് ആദ്യത്തെ അനുഭവം എതിന്നാണ്. അത് അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലമാണ്. ഒരുപാട് പ്രായമൊന്നുമില്ല, നമുക്കൊരു 15 വയസ്സൊക്കെ ഉള്ള കാലത്താണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു മനുഷ്യനെ കുറിച്ച് കേൾക്കുന്നത്. അതിനു മുമ്പൊക്കെ നമ്മുടെ ഒരു വട്ടത്തിൽ നിന്നുകൊണ്ട് സന്യാസിമാരെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു വേറെ ഏതൊരു മതത്തിന്റെ ആൾക്കാർ, നമുക്കൊന്നും പറ്റുന്ന ആൾക്കാരല്ല. പക്ഷെ നിത്യചൈതന്യനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് ആദ്യം ഇദ്ദേഹത്തിന് ഖുർആൻ അറിയാം. അപ്പൊ തന്നെ നമുക്ക് ഖുർആൻ അറിയുന്ന നമ്മൾ ഹിന്ദു സന്യാസി എന്നുള്ള നിലക്കാണ് അന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഖുർആനൊക്കെ അറിയുന്നൊരു ഹിന്ദു സന്യാസിയോ അത് തിരക്കിടില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നു. പിന്നെ ആണ് ഗുരു ഇങ്ങനെ എഴുതുന്ന ചില ലേഖനങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നൊരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എഴുതിയ ഒരു ലേഖനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വീട്ടിൽ വരുത്തുന്നുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് മുഴുവൻ എനിക്ക് മനസ്സിലാവില്ല അന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്കൂളിൽ അറബി പഠിച്ചതുകൊണ്ട് ഈ കവിത നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇങ്ങനെ എനിക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ മാത്രം, ബാലപംക്തി വായിക്കും, പിന്നെ കഥകൾ വായിക്കും, നോവൽ സി രാധാകൃഷ്ണൻ്റെ പിന്നിലാവ് ഇതൊക്കെ വായിക്കുന്നതൊക്കെ കണ്ടശ വായിക്കുകയാണ്. അതൊക്കെ വായിക്കുന്നുണ്ട്. ആ സമയത്താണ് ലോകം യതിയുടെ ലേഖനമാണ് വീട് ഒരു സർവകലാശാലയാക്കുക. ആ ടൈറ്റിൽ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. വീട് തന്നെ ഒരു സർവകലാശാലയാക്കാം. അപ്പം അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അതിനകത്തുള്ള ചില പ്രയോഗങ്ങൾ, ചില വരികൾ, അങ്ങനെ അതൊക്കെ എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അപ്പോൾ പേര് ഗുരു നിത്യചൈതന്യതി പേരുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എവിടേക്കോ എന്തൊക്കെ കേട്ടിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇദ്ദേഹം കാളിൽ കത്തൊക്കെ എഴുതാറുണ്ട് എന്നൊക്കെ ഉള്ളത് കേൾക്കുന്നു. അങ്ങനെ ആണ് നമ്മുടെ യതിയെ അറിയാൻ തുടങ്ങുന്നത്. അപ്പോൾ യതിയുടെ ഈ ലേഖനം വായിച്ചു. പിന്നെ ദൈവം സത്യമോ മിഥ്യയോ എന്നുള്ള പുസ്തകം, ലോകം സമ്യക്കാരി ലോകവീക്ഷണം, ഈ 2 പുസ്തകമാണ് ഞാൻ ആദ്യം യതിയുടേത് വായിക്കുന്നത്. ദൈവം സത്യമോ മിഥ്യയോ എന്നൊക്കെ വായിക്കുന്നത് ദൈവം സത്യമാണോ മിഥ്യയാണോ എന്നൊക്കെ തീരുമാനമാക്കാൻ പറ്റിയൊരു പുസ്തകക്കാരൊക്കെയാണ്. നമ്മുടെ ഒരു സംശയം അതായിരുന്നു. അപ്പോൾ അത് ഈ പുസ്തകം വായിച്ച തീരുമാനമാകും എന്നുള്ള നിലക്കാണ്. പക്ഷെ അതല്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ളൊരു കാര്യമാണെന്നുള്ളത് നമുക്കത് വായിച്ചപ്പോൾ മനസ്സിലായി. മുഴുവൻ മനസ്സിലായിട്ടില്ല കേട്ടോ. ആ പുസ്തകം മുഴുവൻ എനിക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ പ്രീ ഡിഗ്രിക്ക് ചേരുന്ന സമയമാണ്. ചെറിയ രീതിയിൽ ഞാൻ മലയാളം പഠിക്കാൻ തുടങ്ങി. വായനയിലൊക്കെ ചെറിയ ചില മാറ്റങ്ങൾ, കവിതയൊക്കെ ആസ്വദിച്ച് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയൊരു ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് യതിയുടെ ഈ വായനയൊക്കെ നമുക്ക് അന്ന് സാധ്യമാവുന്നത്. സമ്യക്കായ ലോകവീക്ഷണം എന്നുള്ള പുസ്തകമൊക്കെ. അതിലുള്ള മുഴുവൻ ലേഖനം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും നമ്മൾ പിന്നെ യതിയെ തെരഞ്ഞു പിടിച്ച് വായിക്കുകയാണ്. യതിയുടെ പുസ്തകങ്ങൾ തിരയുന്നു. അപ്പോൾ യതിക്ക് നമുക്ക് കത്തെഴുതണം തോന്നുന്നു. പിന്നെ ഫേൺ ഹിൽ എന്നുള്ള ആ വാക്ക്, ഊട്ടി, നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നൊരു തണുപ്പുണ്ട്. അപ്പോൾ അവിടെ എവിടെയോ ഒരു മനുഷ്യൻ ഉണ്ട്. നമുക്ക് അപ്രാപ്യമാണ് തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് അവിടെ ചെല്ലാം, അല്ലെങ്കിൽ അവിടേക്ക് കത്തയക്കാം. പിന്നെ അങ്ങനെ ഒക്കെ ഉള്ളൊരു ഈ സമയത്ത് കുഞ്ഞുണ്ണി മാഷിനൊക്കെ ഞാൻ കത്തയക്കുന്നുണ്ട്. കുട്ടേട്ടൻ കുഞ്ഞുണ്ണി മാഷ് പിന്നെ കുട്ടികൾക്ക് മുമ്പിൽ തുറന്നു വെച്ചൊരു പുസ്തകമാണ്. അതേ മറുപടി എഴുതും. നമ്മൾ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ വെക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ എൻ്റെ കുറേ സങ്കടങ്ങളും പേഴ്സണലായിട്ട് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ കുഞ്ഞുണ്ണി മാഷ് കത്തയച്ചിട്ട് നല്ല രീതിയിൽ എനിക്ക് മറുപടി കുഞ്ഞുണ്ണി മാഷ് തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആ കത്തുകൾ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതുപോലെ എനിക്ക് കത്തെഴുതാൻ പറ്റുന്ന ഒരാളാണ് യതി എന്നുള്ള തോന്നലുണ്ടാവുന്നത്. ഞാൻ ആ സമയത്ത് കത്തൊന്നും അയച്ചിട്ടില്ല, പക്ഷെ തോന്നുന്നുണ്ട്. ആ സമയത്ത് പ്രീ ഡിഗ്രിക്ക് കിട്ടുന്നൊരു ഉണ്ടായൊരു സൗഹൃദത്തിൽ ഉള്ളൊരു സുഹൃത്ത് ഞങ്ങളിതൊക്കെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ സംസാരത്തിനിടയിൽ ഇദ്ദേഹം യതിയുമായിട്ടുള്ള ഒരു
ആ വലയത്തിലേക്ക് അദ്ദേഹവും വരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹിദായത്ത് എന്നാണ് അയാളുടെ പേര്. ഇപ്പം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ അല്ല, വർഷങ്ങളായി. അയാൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഈ ഹിദായത്ത് എന്നുള്ള സുഹൃത്തും ഞാനും ചേർന്നിട്ട് യതിക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. അന്നത്തെ ഞങ്ങളുടെ കുറേ ആശയക്കുഴപ്പങ്ങളാണ്. ജീവിതത്തിൽ ഏത് വഴി സ്വീകരിക്കണം, ജീവിതധർമ്മം എന്തായിരിക്കണം, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, ഏത് ജോലിയാണ്, അങ്ങനെയുള്ള നമ്മൾ ആവിഷ്കരിക്കേണ്ടത് എങ്ങനെ, ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ. ഇപ്പം നമുക്ക് അറിയുന്നുണ്ട് അത് ആ പ്രായത്തിൽ ഒരുവിധം എല്ലാവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ഉത്തരം വേണം. അപ്പോൾ യതിയുടെ പുസ്തകം വായിച്ചിട്ടും നമുക്ക് അങ്ങനത്തെ ഒരു ഉത്തരം കിട്ടുന്നില്ല. പക്ഷേ ഇദ്ദേഹം അതിന് ഉത്തരം തരാൻ പറ്റിയ ആളാണ്. പിന്നെ അന്ന് നമ്മുടെയൊക്കെ ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിലൊക്കെ സജീവമായിട്ട് നമ്മൾ ഇടപെടുന്ന സമയമാണ്. ഒരു ഭാഗത്ത് ആ ഒരു ഭൗതികത നമ്മുടെ ഉള്ളിലുണ്ട്, ഇപ്പുറത്ത് ഇതുണ്ട്. ഇങ്ങനെ ഭയങ്കര ക്ലാഷ് ഉള്ളിൽ നടക്കുന്ന ഒരു കാലമാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദമൊക്കെ പഠന ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് എടുത്തിരുന്നുണ്ട് നമ്മളെ സംഘടനയിൽ. എന്നാൽ ഇപ്പുറത്ത് നമ്മളിങ്ങനെ സമാന്തരമായിട്ടൊരു തെരച്ചിൽ തിരയുന്നുണ്ട്, ഒരു വേറെ ചില കാര്യങ്ങളൊക്കെ. എന്താണെന്ന് അതിന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും യതിക്ക് ഞാനും ഈ പറഞ്ഞ സുഹൃത്തും ചേർന്നിട്ട് ഒരു കത്തെഴുതുക, ഞങ്ങൾ രണ്ടുപേരും. ആ സുഹൃത്താണ് ഇതിലെ വാചകങ്ങൾ പറയുന്നത്. ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാനാണ് എഴുതുന്നത്. അപ്പോൾ ഒരു ഇല്ലൻറ്റിലാണ്. അപ്പം ഞാനിതിങ്ങനെ എഴുതുന്ന സമയത്ത് സുഹൃത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും എത്തിച്ചേർന്ന ഒരു സംഗതി, ഒരു ഗുരുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒച്ചാലിച്ച് നിൽക്കുന്ന ഒരു ശിഷ്യന്മാരായി ഇരിക്കാനൊന്നും, ഗുരു മുകളിലും ശിഷ്യന്മാർ താഴെയുമായി ഇരിക്കുന്ന ഒരു ഗുരു പരമ്പരകളുടെ ഗുരുകുല ജീവിതമൊന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവിനെ തന്നെ വിമർശിക്കുന്ന രൂപത്തിലൊരു വരിയൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ ഒരു വരി ആദ്യത്തെ കത്താണ്. എന്നാൽ അതേ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ മറുപടി തീരും, അതുണ്ട്. എന്നിട്ട് സ്നേഹപൂർവ്വം അക്കു ഹിതു എന്നൊക്കെ എഴുതിയിട്ട് ഞങ്ങളിത് ഒപ്പിട്ട് അയക്കുന്നു. മറുപടി കവറിന് കണ്ടപ്പോഴേക്കിനെ ഭയങ്കര സന്തോഷമുണ്ടായി. ഗുരുവിൻ്റെ ഇതോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതൊക്കെയാണ് ഈ കത്ത്. കാരണം അങ്ങനെയാണ് ഗുരുവിൻ്റെ കത്തുകളെ കുറിച്ച് പറയുക. ആത്മഹത്യ ചെയ്യാൻ പോയ ആൾക്കാരൊക്കെ ആത്മഹത്യ എന്നൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഗുരു കത്തയച്ച കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ കവറ് പൊട്ടിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ വായിക്കുമ്പോഴാണ് ഇതിനകത്തൊരു കവിതയാണ്, ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഗുരു ഇങ്ങനെ ചിത്രം വരയ്ക്കല്ലേ, കാർട്ടൂൺ സ്റ്റൈലിൽ. എന്നിട്ട് അതിനകത്ത് നല്ല കയ്യക്ഷരത്തിൽ ഗുരു ഇങ്ങനെ ഒരു കവിത, ഒരു അപ്പൂപ്പനെ പിന്നാലെ കുട്ടികൾ കൂടിയിട്ട് അപ്പൂപ്പ ചാടാൻ പറയുന്നു, അപ്പൂപ്പൻ ചാടി, അപ്പം വീണു. അപ്പം ഇങ്ങനെ കുട്ടികൾ പറഞ്ഞൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അവസാനം ഈ കവിത എഴുതിയിട്ട് താഴെ, പ്രിയ യദു അക്കു മക്കളെ, ഈ അപ്പൂപ്പൻ ജീവിച്ചു പോയിക്കോട്ടെ, സ്നേഹപൂർവ്വം നിത്യ. ആകെ തരിച്ചു പോയി. എനിക്ക് ഹിദായത്ത് എന്നുള്ള സുഹൃത്തിന് വലിയ പ്രശ്നമല്ല, പക്ഷേ തമാശ. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി, സങ്കടം ഉണ്ടാക്കി. അങ്ങനെ നമ്മളൊരു വല്ലാത്തൊരു ഉത്തരം പ്രതീക്ഷിച്ച് അയച്ച കത്താണല്ലോ. ഇതായിരുന്നു യതിയുടെ ഒരു പക്ഷേ ആ മനുഷ്യനെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴും സ്നേഹമാണ്, ആരാധനയാണ്. പിന്നീടാണ് നമ്മൾ ഫേൺ ഹില്ലിൽ പോകുന്നതും 2 തവണ ഗുരുവിനെ നേരിട്ട് കാണാനും സംസാരിക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളതൊക്കെ ഗുരു ഇല്ലാത്ത ഫേൺ ഹില്ലിലേക്കാണ് പിന്നീടുള്ള നമ്മുടെ യാത്രകളൊക്കെ. 99 ഗുരു മരിക്കുമ്പോൾ ഞാൻ ആശുപത്രിയിൽ സർജറി ചെയ്ത് കിടക്കുക. അപ്പോൾ നമുക്ക് പോകാനൊക്കെ ഭയങ്കര ആകർഷണം, ഒരു നിവൃത്തിയില്ല. ഞാൻ കോയമ്പത്തൂർ ആശുപത്രിയിലാണ്. പക്ഷേ വല്ലാത്തൊരു സങ്കടത്തിലായിരുന്നു. പക്ഷേ ആ ഒരു ഗുരു ഇല്ലാതെയായി എന്ന് പറയുമ്പോൾ അദ്ദേഹം എൻ്റെ മാത്രമല്ല ഒരുപാട് ആൾക്കാരുടെ ഗുരുവാണ്. പക്ഷേ നമുക്കിങ്ങനെ ഒരു വേറിട്ട രീതിയിലുള്ള ചില ചിന്തകളും, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ വഴിതിരിച്ച് വിടാനും, ചില നമ്മളെ അന്വേഷണങ്ങളിൽ ചില വെളിച്ചം തരാനും, ഈവൻ ഖുർആൻ പോലും പിന്നീട് ഗുരുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയാഞ്ജലി എന്നുള്ള പുസ്തകം വായിച്ചതിന് ശേഷം ഞാൻ ഖുർആൻ വായിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള വ്യത്യസ്തമായ അനുഭവമുണ്ട്. ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടത്. ചില മൗലവിമാർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചപ്പോഴല്ല എനിക്ക് ഖുർആനെ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലായത്. അത് നിത്യചൈതന്യമില്ല എന്ന് ഞാൻ തന്നെ പല മൗലവിമാരോടും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കൊരു സ്വാധീനം. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ കുറേ വായിച്ചു. ഗുരു ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം. ഞാനൊരു കത്തയച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ കത്തയച്ചിട്ട് അവർക്ക് നല്ല മറുപടികൾ കിട്ടിയതും, ആരോ അവിടെ ഉണ്ട്, ഇനി എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്ക് പോയി കാണാനും എഴുതാനും ഒക്കെ അവിടെ ഒരു ആളുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്കൊരു വല്ലാത്തൊരു ശൂന്യത ഉണ്ടാക്കിയതും. ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷെ ഇപ്പോൾ കത്തെഴുത്തില്ല, പക്ഷെ എന്നാലും നമുക്ക് ചില ആളുകളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്, എവിടെയൊക്കെയോ ആരൊക്കെയോ നമുക്കുണ്ട് ചെല്ലാൻ എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്ക് ഭയങ്കര സമാധാനം തരും. അങ്ങനത്തെ ചില തുരുത്തുകളായിരുന്നു അതൊക്കെ. ഇപ്പോഴും ഫേണിലിൽ ഇടയ്ക്ക് പോകാറുണ്ട്.
നമ്മൾ മെയ് മാസം ഗുരുപൂജ സെലിബ്രേഷൻ നടക്കുമ്പോൾ അവിടെ പോകും. അവിടുത്തെ കുറേ ആളുകളൊക്കെ ആയിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട്. ഗുരുവിൻ്റെ പിന്നീടുള്ള ആ ഒരു ടീമിലുള്ള ഷൗക്കത്തും ഇവരായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധമുണ്ട്. അവരായിട്ടൊക്കെ നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, അവരെ വായിക്കാറുണ്ട്. പക്ഷേ ഒരു നമ്മുടെ വായനയാണ് ആദ്യം ഗുരുവിലേക്ക് എത്തുന്നത്. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അതർ വേൾഡ്, അല്ലെങ്കിൽ മറ്റൊരു ലോകമുണ്ട്. മറ്റൊരു ലോകം എന്ന് പറഞ്ഞാൽ പരലോകം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു കേട്ടോ. ഈ ഭൗതികമായ കാര്യങ്ങളുടെ ഒക്കെ പിന്നാലെ നമ്മൾ പോയിട്ട് ഈ ലോകത്തെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്നൊക്കെയുള്ള ചില ദുർവാശികളൊക്കെ ആയിട്ടൊക്കെ നടക്കുന്ന കാലത്ത് നമുക്ക് കുറച്ചൊരു സൗമ്യതയും കുറേ സമാധാനമൊക്കെ ഉള്ളൊരു ലോകമുണ്ട് എന്നുള്ളത് ഇപ്പം നമുക്ക് അതൊക്കെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഏറെക്കുറെ. അതൊക്കെ തന്നത് നിത്യജയതി എന്നുള്ള ഗുരു തന്നെയാണ്. ഈ മഴ തോർന്നിട്ടും മരം പെയ്യുന്നു എന്ന തലക്കെട്ടിൽ മാഷ് സമാഹരിച്ചിട്ടുള്ള ലിറ്റിൽ മാസിക കുറിപ്പുകളുടെയും മറ്റു കുറിപ്പുകളുടെയൊക്കെ ഒരു പുസ്തകത്തിൽ ഫേൺഹില്ലിൽ ഒരു യാത്രയെക്കുറിച്ച് മാഷ് പറയുന്നുണ്ട്. ഗുരു ഇല്ലാത്ത ഗുരുകുലത്തിലേക്ക് പോകുന്ന, എന്നാൽ ഗുരുവിൻ്റെ ഒരു സാമീപ്യം കണ്ടെത്തുന്ന ഒരു യാത്രാനുഭവമാണത്. അത് വായിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ട് അന്ന് ഒരു യാത്ര പോയത് ഓർക്കുന്നു. എൻ്റെ ആദ്യത്തെ ഫേൺഹിൽ അനുഭവം മാഷുടെ കൂടെയാണ്. നമ്മുടെ കൂടെ മാഷുടെ സുഹൃത്തായിട്ട് സഹപ്രവർത്തനായിരുന്നില്ലാത്ത ഷംസുദ്ദീൻ മാഷ് ഉണ്ടായിരുന്നു. മാഷെ കുറിച്ച് ഞാൻ പിൽക്കാലത്ത് ഒരു ചെറിയ കവിത എഴുതൊക്കെ ഉണ്ടായി. അതെ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഇപ്പോഴും. ഗുരു ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരിടാണല്ലോ ഫേൺഹിൽ എന്ന് പറഞ്ഞത്. ഫേൺഹില്ലിലേക്ക് ഗുരു ഉള്ളപ്പോൾ മാഷ് യാത്ര പോയിട്ടുണ്ട്, അതിന് ശേഷവും മാഷ് യാത്ര പോയിട്ടുണ്ട്. അതേസമയം എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഗുരുവിൻ്റെ ഒരു സ്വാസ്ഥ്യം അനുഭവിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭങ്ങളിലായിരിക്കും നമ്മൾ മിക്കവാറും അങ്ങനെ ഒരു പുറപ്പാടിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. നമുക്ക് പിന്നെ ഇടവണ്ണയിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ചുകൂടി എളുപ്പം എത്തിപ്പെടാൻ കഴിയുന്നതുകൊണ്ടുകൂടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരാനുള്ള ഒരു ഇടം കൂടിയായിട്ട് പലപ്പോഴും ഫേൺഹിൽ മാറുന്നത്. അതായത് ഒരു സന്യാസി ആശ്രമത്തിന്റെ ഒരു പരിവേഷമൊന്നും ഇല്ലാതെ നമുക്ക് ആർക്കും കയറി ചെല്ലാവുന്ന, ഇരിക്കാവുന്ന, സമാധാനത്തിൽ താമസിക്കാവുന്ന, ഇടപെടാവുന്ന ഒരു ഇടമായിട്ട് ഞാൻ ആദ്യം കാണുന്ന ഇടങ്ങളിലൊന്ന് ഫേൺഹില്ലാണ്. അപ്പോൾ അത്തരം ഇടങ്ങൾ നമുക്ക് വളരെ കുറവാണ്. കുറച്ച് ലൈബ്രറികൾ, അങ്ങനത്തെ ഒരു പൊതു ഇടം എന്ന് പറയുന്ന സങ്കല്പം തന്നെ മലയാളിക്ക് അത്ര സുപരിചിതമല്ലതാണ്. അപ്പോൾ എല്ലാ ദർശനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു പൊതു ഇടം ഫേൺഹില്ലിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ തന്നെ ഒരു പിന്തുടർച്ച ആണല്ലോ അത് ആത്യന്തികമായിട്ട്. അപ്പം ഇങ്ങനെ ഇപ്പോൾ മാഷ് പറഞ്ഞു വന്ന സ്ഥലത്തേക്ക് ഞാൻ ഇതിനെ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം ദൈവം സത്യമാണോ മിഥ്യയാണോ എന്നൊക്കെയുള്ള സംശയമുള്ളായിരുന്ന ആ ഒരു കാലത്ത് നമ്മൾ ഗുരുവിന് കത്ത് എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിച്ച് വളർന്ന മതത്തിൻ്റെ അകത്ത് കിട്ടാത്ത അല്ലെങ്കിൽ ഒരു സ്വാസ്ഥ്യം നമുക്ക് പുറത്ത് നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നും കൂടിയാണല്ലോ. നമ്മളെ പഠിപ്പിച്ച ഉത്തരങ്ങൾ നമുക്ക് സമാധാനമോ അല്ലെങ്കിൽ ഒരു ഉത്തരമോ ആയിട്ട് പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നാണല്ലോ. പ്രത്യേകിച്ചും ഒരു മലപ്പുറത്തേക്ക് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർന്നിട്ട് പിന്നെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തേക്ക് സഞ്ചരിക്കുക എന്നുള്ളത് അല്പം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. മാഷ്ടെ അത്തരത്തിലുള്ള യാത്രകളിൽ ഇപ്പോഴും നിത്യ കൂട്ടുവരുന്നുണ്ടോ? പിന്നീട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഓഷോയുടെ ഒരു വലിയ കളക്ഷൻ കാണുന്നത് ഇവിടെ മാഷ്ടെ ലൈബ്രറിയിൽ വെച്ചിട്ടാണ്. പിന്നീട് അങ്ങനെ ആ വായനയിലേക്ക് വന്നിട്ടുള്ളത് ആരൊക്കെയാണ്? എങ്ങനെയാണ് മാഷ്ടെ ഈ അന്വേഷണം എന്നുള്ള ഒരു പ്രോസസ്സ് മുന്നോട്ട് പോയത്? നമ്മളൊരു അന്വേഷിക്കാൻ വേണ്ടിയുള്ള അന്വേഷണമല്ല ശരിക്കട്ടോ. നമുക്ക് സ്വസ്ഥമാവാൻ ഇതിൽ ഭയങ്കര സ്വാർത്ഥതയും ശരിക്കുണ്ട്. നമുക്ക് സ്വസ്ഥമാവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ദൈനംദിന ജീവിതം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ഒരു സ്വസ്ഥത തേടുന്നുണ്ട്. അസ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ട്. അപ്പോൾ നമുക്കതിന് സ്വസ്ഥത വേണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ ജീവിക്കേണ്ടത്? ഈ ശരിയായി ജീവിക്കുക എന്ന കല അത് പഠിക്കാം. ഇതിങ്ങനെ അതൊക്കെ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ ഉള്ളിലിങ്ങനെ വരുന്നൊരു കാര്യമാണ്.
അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ ഫെണിലിൽ ഉള്ള യാത്ര അല്ലെങ്കിൽ യതി പിന്നീടുള്ള അപ്പോൾ ഒരു സ്പിരിച്വൽ റീഡിങ്ങിന്റെ ഒരു സ്പേസ്, ഇതും അതേപോലെ തന്നെ പരിസ്ഥിതിയും നമ്മൾ വേറെ സംസാരിക്കേണ്ട വിഷയമാണ്. ഈ പരിസ്ഥിതി, പക്ഷേ ഈ പരിസ്ഥിതി എന്നുള്ളത് ഒരു കേവല രീതിയിലല്ല, ഈ ഒരു പച്ചപ്പിന്റെ ഒരു ലോകം. ഇപ്പൊ സൂചിമുഖി മാസിക, ഞാൻ ശരിക്ക് നിത്യചൈതന്യതയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന പോലെ തന്നെ ഒരു ഗുരുവിനെ പോലെ വന്ന ഒരു മാസികയും അതിൻ്റെ എഡിറ്ററും ഉണ്ട്. അത് ജോൺസി മാഷും സൂചിമുഖിയാണ്. രണ്ടും ഒരേ സമയമാണ്. രണ്ടാൾക്കും ഒരുപാട് സാമ്യമുണ്ട്. ആ വെടുത്ത താടിയും ആ മുടിയും, രണ്ട് ഒരു എന്താ പറയുക ജ്ഞാനവൃദ്ധന്മാർ. ഇപ്പുറത്തെ എഴുതി ഏകദേശം ഇതൊക്കെ ഒരേ സമയമാട്ടോ, ഒരേ കാലഘട്ടമാണ്. സൂചിമുഖി മാസിക നമ്മളിൽ അത് ജോൺസി എന്നുള്ള രൂപത്തിലല്ല, സൂചിമുഖി മാസിക എന്നുള്ള രൂപത്തിലാണ് അന്ന് വരുന്നത്. ജോൺസി മാഷായിട്ടും നമുക്ക് വളരെ മരിക്കുന്നത് വരെ നല്ല ഒരു ബന്ധം ഉണ്ടായിരുന്നു. നമ്മളെ ഉള്ളിലൊരു ഗുരുവായിട്ട് കാണുന്ന ഒരാളും കൂടിയാണ് ജോൺസി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ രണ്ട് സംഗതികളൊക്കെ, പരിസ്ഥിതിയും ഇതൊക്കെ നമ്മൾ അന്ന് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്ത് നമുക്കൊരു ശാന്തി അല്ലെങ്കിൽ സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നത്. ഭൗതികമായി നമ്മൾ ആ പണികളൊക്കെ എടുക്കുന്നു. സംഘടനാ പ്രവർത്തനമാണ് സംഘടനാ പ്രവർത്തനം, നമ്മുടെ മറ്റ് നിത്യവ്യവഹാരങ്ങൾ, ഇതൊക്കെ നമ്മൾ വളരെ 100% ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ ഒരു അതിർത്തിയുമായിട്ട് നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്ന എല്ലാ കാലത്തും അത് ഉണ്ട്. ഇപ്പോഴാണ് കുറച്ചൊക്കെ തന്നെ ശമനം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഈ യതി വരുന്നു, യതിയിൽ നിന്ന് നമ്മളിങ്ങനെ പതുക്കെ വായനയിലും സംസാരത്തിലും യതിയുടെ കത്തുകളൊക്കെ പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഗുരുകുല മാസികയിലുണ്ട്. പിന്നെ എൻ്റെ ഹൃദയത്തിലെ ആരാധനാ സൗഭഗങ്ങൾ എന്നൊക്കെയുള്ള ഗുരുവിൻ്റെ പുസ്തകമൊക്കെ ഒരുപാട് തവണ വായിച്ച വല്ലാതെ, കാരണം അതിലെ എഴുത്തുകാരെക്കുറിച്ചും കത്തിടപാടുകൾ അങ്ങനെ അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ, അത് ആർക്കും അയച്ച കത്താണ്. പക്ഷെ ഞാനത് ചിലതൊക്കെ എനിക്ക് ഉള്ള കത്തായിട്ടൊക്കെയാണ്, പണ്ട് കിട്ടാതെ പോയ കത്തൊക്കെ അതിനകത്തുണ്ട് എന്നൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ വായനയിൽ നിന്ന് ആണ് നമ്മളിങ്ങനെ അങ്ങനത്തെ ഈ അതേസമയം സൂചിമുഖി വായിക്കുമ്പോൾ അവിടെയും നമ്മൾ പിന്നെ വേറൊരു സ്പിരിച്വൽ റീഡിങ്. ജോൺസി വെറും ഒരു പരിസ്ഥിതിയല്ല, ഒരു ഇക്കോ സ്പിരിച്വാലിറ്റിയുടെ ആളാണ്. അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ റേച്ചൽ കാഴ്സൺ ഇവരുടെയൊക്കെ കുറിപ്പുകളെ കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് സൂചിമുഖിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലിങ്ങനെ വേറൊരു ലോകത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയാണ് നമ്മൾ ഓഷോ ഈ ഓഷോ ഒക്കെ വായിക്കുമ്പോൾ, അപ്പോഴേക്കൊക്കെ ഞാൻ എൻ്റെ ഒരു കൗമാരം കടന്നിട്ടുണ്ട്. കൗമാരത്തിലെ അസ്വസ്ഥതകളൊക്കെ കുറേയൊക്കെ ഗുരു ഒക്കെ തീർത്തു തന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ യൗവനത്തിലേക്കൊക്കെ വരുമ്പോൾ ആണ് ഓഷോയെ കിട്ടുന്നത്. ഓഷോ ആരാന്നും അറിയില്ല. രജനീഷ് എന്നുള്ള ഒരു ആളുടെ തട്ടിപ്പുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീ സെക്സിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേറെ നമ്മൾ പിന്നെ ഫീച്ചറായിട്ടും മലയാള മനോരമയിൽ അന്ന് പരമ്പര, സനിൽ പി തോമസ് എന്നുള്ളൊരു ജേർണലിസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ഫീച്ചർ എന്നുള്ള രീതിയിൽ പരമ്പരയായിട്ട് പൂനെയിലെ ഓഷോ കമ്മ്യൂണിനെ കുറിച്ചും ഒക്കെ അന്ന് പരമ്പരയായിട്ട് എഴുതിയിട്ടുണ്ട്. ഓഷോ മരിച്ചിട്ടില്ല. ഇതൊക്കെ അപ്പം ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ആകെ ഉണ്ടായത് നെഗറ്റീവാണ്. ഓഷോ നമുക്ക് അറിയുന്നില്ല രജനീഷ് എന്നുള്ള ആളെ കുറിച്ച്, ആചാര്യ രജനീഷ് ഭഗവാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതേതൊരു ഭഗവാൻ. പക്ഷേ ഓഷോയെ നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര കവിത വായിക്കുന്നതിൻ്റെ, പിന്നെ ഈ നമ്മൾ അന്വേഷിക്കുന്നതിൻ്റെ ഒക്കെ ഉത്തരങ്ങളായിട്ട് ഭയങ്കര പോയറ്റിക്കലാണ് ഓഷോൻ്റെ ഭാഷ. സത്യത്തിൽ ഞാൻ മലയാളം, ഞാൻ ഇംഗ്ലീഷ് അത്ര അധികം വായിക്കുന്ന ഒരാളല്ല. ഇംഗ്ലീഷ് വായിക്കാൻ എനിക്ക് ഒരുപാട് സമയമെടുക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വായനയിലെ ഒരു സെലക്ഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് മലയാള പുസ്തകത്തിനോട് എമ്പാടും വായിക്കണ്ടല്ലോ. പിന്നെ ഇപ്പം ഇന്നലെ ഇംഗ്ലീഷ് ഇടങ്ങാറായി ഡിക്ഷണറി വെച്ച് വായിക്കണം എന്നുള്ളൊരു തോന്നൽ വരും. പിന്നെ വായന എന്നുള്ളത് ഇങ്ങനെ അധ്വാനിച്ച് നടത്തേണ്ട ഒരു പണിയൊന്നുമല്ല. എന്നെ സംബന്ധിച്ച് എനിക്കത് ഈസിയായിട്ട് ചെയ്യണം. ഭക്ഷണം കഴിക്കുന്ന പോലെയൊക്കെ തന്നെയാണ് എൻ്റെ വായന. അപ്പോൾ എന്നാൽ ഇംഗ്ലീഷ് പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെയല്ല പലതും. പക്ഷേ ഓഷോയുടെ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് സുഖമായിട്ട് വായിക്കാൻ പറ്റുന്നു. അങ്ങനെ അപ്പോഴാണ് നമ്മളിങ്ങനെ ഈ ഒരു ധാര, ഇതൊന്നുമല്ല നമ്മുടെ ഒരു സ്വാസ്ഥ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒക്കെ ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഞാൻ ഉള്ളിലുണ്ട് ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മദ്രസയിലൊക്കെ പോയി ഖുർആൻ പഠിച്ച് ഒരുപാട് വയത് കേട്ട് ഒക്കെ പോകുന്ന ഞാൻ പുറത്ത് തിരയണോ? ഈ നമ്മുടെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നൊരു കാര്യം എല്ലാം അതിലുണ്ടല്ലോ. അപ്പോൾ വേറൊരു സാധനം തിരയണോ? ആ തെരച്ചിലൊരു പാപമല്ലേ എന്നൊക്കെയുള്ള
ഇതൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ശരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഇതിൽ തന്നെ നോക്കണ്ടേ. യതി തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ വായിക്കും എന്നൊക്കെ പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ വായിച്ചിട്ട് നമുക്ക് ഇതിൽ കിട്ടുന്നില്ല. ഞാൻ നല്ലൊരു ഖുർആൻ പരിഭാഷയൊക്കെ പണ്ട് തെരഞ്ഞിട്ടുണ്ട്, ഈ ബ്രാക്കറ്റ് ഒന്നും ഇല്ലാത്ത, നേരെ ചൊവ്വേ മലയാളം, നല്ല മലയാളത്തിലുള്ള ശുദ്ധ മലയാളത്തിലുള്ള ഒരു സംഭവം. നമുക്ക് അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഉള്ള പരിഭാഷ വെച്ച് വായിക്കുമ്പോൾ യാന്ത്രികമാണ്, പിന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. അത് എൻ്റെ കുറ്റാട്ടോ, ഞാൻ അതിനങ്ങനെ തന്നെ കാണുന്നത്, എൻ്റെ പോരായ്മയാണ്. അപ്പം നമ്മൾ വേറെ വഴിക്ക് പോവാണ്. അപ്പം അങ്ങനെ ഓഷോ വായിക്കുന്നുണ്ട്, ജിദ്ദു കൃഷ്ണമൂർത്തിയെ, അതേ സമയത്ത് തന്നെ ജിദ്ദുവിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ജിദ്ദു കൃഷ്ണമൂർത്തി അതിന് ഒരു കാരണക്കാരനാവുന്നത് പി എൻ ദാസ് ആണ്. പി എൻ ദാസ് മാഷ് എന്തോ ഒരു ഭാഗ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുമായിട്ട് നമുക്ക് ഒരു റീച്ച് കിട്ടിയിട്ടുണ്ട്. വളരെ നമ്മളവിടെ എത്തിപ്പെടുന്നുണ്ട്. അവിടെ നമ്മൾ ഈ ആൽക്കമിസ്റ്റിലൊക്കെ പറയണ മാതിരി നമ്മളിങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ നമ്മളെ മുമ്പിലേക്ക് വരുമെന്ന് പറഞ്ഞ പോലെ എന്തോ അറിയില്ല, ദാസ് മാഷിലെ വൈദ്യശാസ്ത്ര മാസിക നമുക്ക് അന്നേ കിട്ടുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. ദാസ് മാഷെ കിട്ടും നമുക്ക് വളരെ അടുത്ത സൗഹൃദമുണ്ട്. ഞാൻ തന്നെ വൈദ്യശാസ്ത്ര മാസികയിലൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതൊക്കെ അതിനകത്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വായനയിൽ ആണ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ. ദാസ് മാഷ വായനയിൽ നിന്നൊക്കെ നമ്മൾ ആൻ്റണി ഡിമോലയെ കുറിച്ച് കേൾക്കുന്നു, പിന്നെ അങ്ങനെ ജിദ്ദു കൃഷ്ണമൂർത്തിയെ കുറിച്ച് കേൾക്കുന്നു. അത്തരം വായനകൾ. അപ്പോൾ ജിദ്ദുവിൻ്റെ അറിഞ്ഞതിൽ നിന്നുള്ള മോചനമൊക്കെ ആ ടൈറ്റിൽ തന്നെ, എനിക്ക് ആ പുസ്തകം ഒന്നും മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല, ആ ടൈറ്റിൽ തന്നെ നമുക്ക് കുറേ ഉത്തരങ്ങൾ തരുന്നുണ്ട്, അറിഞ്ഞതിൽ നിന്നുള്ള മോചനം. അങ്ങനെ നമ്മളിങ്ങനെ രമണ മഹർഷി, ഈ സമയത്തൊക്കെ എൻ്റെ ചില സുഹൃത്തുക്കൾ സ്വാമി വിവേകാനന്ദൻ്റെ പിന്നെ പുസ്തകമൊക്കെ വായിച്ചിട്ട് തലതിരിഞ്ഞു പോയ ചില സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മുസ്ലിം സുഹൃത്തുക്കളാണ് അവര് പിന്നെ കാവ്യം എടുക്കാൻ തുടങ്ങി. പിന്നെ വളരെ ആക്റ്റീവായ ആൾക്കാർ ഒരു പണിക്കും കിട്ടുന്നില്ല. ഒരു മിഥ്യ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ഉള്ള ഇതൊക്കെ ഒരു മിഥ്യയാണെന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ സ്വാമി വിവേകാനന്ദൻ അങ്ങനെയല്ല. അത് മാത്രമല്ല വളരെ ആക്റ്റീവ് ആവാൻ പറയുന്ന ഒരാളാണ്, പോയി പന്തളിക്കാൻ പറയുന്ന ആളാണ്. വിവേകാനന്ദ രാമകൃഷ്ണൻ തമ്മിൽ അതാണല്ലോ. പക്ഷെ വിവേകാനന്ദ സാഹിത്യ സർവസ്വൊക്കെ വായിച്ചിട്ട്, വേദാന്താണ് സംഭവം, അത് വായിച്ചിട്ട് ആകെ ഒരു പിടുത്തം വിട്ട രൂപത്തിൽ നമ്മളങ്ങനെ അവരെ പറഞ്ഞിരുന്നത്. അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ പക്ഷെ അത് വിവേകാനന്ദ സാഹിത്യ സർവസ്വൊക്കെ ഞാനന്ന് വായിക്കുന്നുണ്ട്. പക്ഷെ അതിന് മാറിയിട്ട് അതൊക്കെ കുറച്ചും കൂടെ ലളിതമായി പറഞ്ഞിരുന്ന ഗുരുക്കന്മാരെന്നുള്ളവർക്കാണ് ഇപ്പുറത്ത് ജിദ്ദു, എങ്ങനെയൊക്കെയുള്ള ആളുകൾ. പിന്നെ ആന്റണി ഡിമലയൊക്കെ ഇങ്ങനെ പി എൻ ദാസ് മാഷ് പറഞ്ഞിട്ടാണ് വായിക്കുന്നത്. അത് ശരിക്ക് ക്രിസ്ത്യാനിറ്റി ഒന്നല്ല, പക്ഷേ എവിടെയൊക്കെയോ നമ്മൾ തിരയുന്ന, അല്ലെങ്കിൽ ഈ സമാനമായ ചിന്തകളുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ദർശനങ്ങളുമായിട്ട് പോകുന്ന ഒരുപാട് മനുഷ്യർ. നമ്മളിപ്പോൾ എന്താ പറയുക, പക്ഷികളുടെ പാട്ടുകൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷി മാത്രമൊന്നല്ല പാടുന്നത്, ലോകത്ത് എവിടെയൊക്കെയോ ഋതുക്കളുടെ ഇതിനനുസരിച്ച് പക്ഷികൾ പാടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടില്ല എന്നേ ഉള്ളൂ. നമ്മൾ ചില പക്ഷികൾ, ഇവിടെ കുയിലിൻ്റെ പാട്ട് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ അതുപോലെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ രമണ മഹർഷി, അപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു ഒരു ഇഷ്ടം അങ്ങനത്തെ ഒരു ലോകത്തോട് തോന്നുകയാണ്. അതിലൂടെ നമ്മൾ പിന്നെ വീണ്ടും ഖുർആനൊക്കെ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം മക്കയിലേക്കുള്ള പാത, മുഹമ്മദ് അസദിൻ്റെ മക്കയിലേക്കുള്ള പാത പിന്നെ വായിക്കുമ്പോൾ എനിക്കൊരു ഖുർആൻ വായിച്ചതിൻ്റെ ഒരു ഫീലിംഗ് ആ പുസ്തകം തന്നിട്ടുണ്ട്. വേറെ ഇതിൽ പറയണമെങ്കിൽ അതൊരു യാത്രാവിവരണമാണ്. കാരശ്ശേരി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് ഞാൻ വായിച്ചത്. 2-3 തവണ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ചുകൂടെ ഇസ്ലാമിക് സ്പിരിച്വാലിറ്റി ഉണ്ട്. പിന്നെ റൂമിയെ വായിക്കുന്നു. റൂമിയെ വായിക്കാൻ പ്രേരണയാവുന്നത് യതിയുടെ റൂമി കഥകൾ തന്നെ കേട്ടോ. റൂമിയെ വായിക്കുമ്പോൾ നമുക്ക്, എൻ്റെ വാപ്പ തന്നെ റൂമിയുടെ യതിയുടെ കഥ വായിച്ചിട്ട് പറഞ്ഞത് ഇത് ഖുർആനാണല്ലോ. അപ്പോഴാണ് ഞാൻ ഇത് ഖുർആനാണോ? അപ്പോൾ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പം ഇതൊക്കെ നേരത്തെ പറഞ്ഞ മാതിരി കിളികൾക്ക് പല രീതിയിൽ ഇത് പാടാം, പല കിളികളും പാടുന്നുണ്ട്, എല്ലാം പാട്ട് തന്നെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് ഈ സത്യം എന്നുള്ളത് ഒരു തോന്നൽ. അതിപ്പോൾ നമ്മളൊരു ഭയങ്കര ആഴത്തിൽ പഠിച്ചിട്ടോ ആ ലെവലിലൊന്നും നല്ലത് പറയണത്, നമ്മൾ ഫീൽ ചെയ്തൊരു കാര്യമാണ് പറയണത്. അപ്പം അങ്ങനത്തെ ഒരു വായന, അത് ഈവൻ ഇപ്പോൾ ഉള്ള നമ്മുടെ ചില ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ ഉണ്ടല്ലോ. ഇപ്പം റോബിൻ ശർമ്മ, ഞാൻ നന്നായി വായിക്കുന്ന ഒരാളാണ് റോബിൻ ശർമ്മയുടെ പുസ്തകങ്ങൾ. അപ്പോൾ അത് അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ട്രെയിനറും ഒക്കെ ആയിരിക്കാം. പക്ഷെ റോബിൻ ശർമ്മ പറയുന്ന അത് എനിക്ക് ഈസി ആയിട്ട് കിട്ടുന്ന, ഒരുപാട് ഞാൻ വായിക്കുന്നതിന് പകരം
റോബിൻ ശർമ്മയെ വായിക്കുമ്പോൾ എനിക്ക് വേണ്ട ചില കാര്യങ്ങളൊക്കെ പെറുക്കിയെടുക്കാൻ അതിന്ന് പറ്റുന്നുണ്ട്. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ആയുർവേദത്തിൽ പച്ചമരുന്നുകൾ നമ്മൾ തന്നെ പറമ്പിലൊക്കെ പോയിട്ട് പറിച്ച് കൊണ്ടുവന്നിട്ട് അത് കഷായമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്നതിന് പകരം ഒരു വൈദ്യശാലയിൽ ഇങ്ങനെ പല കള്ളികളിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടി നുറുക്കി ഉണക്കി വെച്ചത് വാങ്ങി കൊണ്ടുവന്നിട്ട് നമ്മൾ കഷായം ഉണ്ടാക്കി കുടിക്കുന്നതും കുപ്പി കഷായം തന്നെ വാങ്ങിയിട്ട് അങ്ങനെ തന്നെ കുടിക്കുന്നത് നമ്മളെ പോലത്തെ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ ഒരു കുപ്പി കഷായം കുടിക്കുന്ന പോലെ ഈസി ആയിട്ട് നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ റോബിൻ ശർമ്മയിൽ ഞാൻ അദ്ദേഹത്തിന് ചില സ്പിരിച്വാലിറ്റി, ചില വെളിച്ചം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇതൊരു വൈരുദ്ധ്യമായിട്ട് ചിലപ്പോൾ തോന്നും ആളുകൾ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ അങ്ങനത്തെ ഒരു വായനക്കാരനല്ല, അപ്പോൾ വായിക്കുന്ന ആളാണ്. അതുകൊണ്ട് റോബിൻ ശർമ്മയുടെ ഹു വിൽ ക്രൈ വെൻ യു ഡൈ എന്നുള്ള പുസ്തകം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കും, ഏതെങ്കിലും ഒരു ചാപ്റ്റർ. അത് വലിയൊരു സംഗതി ഒന്നും അല്ല, എനിക്കറിയാം. പക്ഷെ എനിക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ചില ഭക്ഷണം നമ്മൾ ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇടയ്ക്ക് അത് ഞാൻ എടുത്ത് കുറിക്കാറുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ലൈനിലുള്ള വായന, അല്ലെങ്കിൽ ആ ലൈനിലുള്ള ആളുകളുമായിട്ടുള്ള നമ്മുടെ ഒരു ഇടപെടൽ. അല്ല, ഇതിൽ എനിക്ക് ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യത്തെ കുറിച്ചാണ് മാഷ് അവസാനം പറഞ്ഞു തുടങ്ങിയത്. അതായത് ഇപ്പോൾ യതിയെ വായിക്കുന്നു, ഓഷോയെ വായിക്കുന്നു, ജിത്തു കൃഷ്ണമൂർത്തിയെ വായിക്കുന്നു. അപ്പോൾ ഇവര് തമ്മിൽ തന്നെ പ്രകടമായിട്ടുള്ള വൈരുദ്ധ്യമുണ്ട്. ഇതെല്ലാം പല വഴികളാണ്. അതേസമയം മാഷ് ഇതിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. മാഷ് ഇതിൻ്റെ എല്ലാം സഹയാത്രികനായിട്ട് നടക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ പോകാൻ വേണ്ടി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറെ കൂടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എല്ലാത്തിൻ്റെയും കൂടെ ഭാഗമാകുമ്പോഴാണോ? അവനവന് വേണ്ടി അവനവന് വേണ്ടത് മാത്രം എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ചൊന്ന് പറയാം. അല്ല, നമുക്ക് ശരിക്കും അവനവന് വേണ്ടത് എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. നമ്മളിപ്പോൾ നല്ല ഉദാഹരണം ഷോപ്പിംഗ് മാള്. നമ്മൾ ഒരു പലചരക്കടയിൽ പോയിട്ട് അവിടുത്തെ ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഓപ്ഷൻസ് കൂടുതലാണല്ലോ ഷോപ്പിംഗ് മാളുകളിൽ, എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും അവിടുത്തെ എയർ കണ്ടീഷൻ എല്ലാം ചേർന്നുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ നമുക്ക് അവിടെ ഇഷ്ടമുള്ളത് നമുക്ക് എടുത്തു പോരാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമുക്കിതെല്ലാം ആസ്വാദ്യകരമാണ്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിവുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് വേണ്ടത് എടുക്കാം. ഞാൻ വിചാരിക്കുന്നത് ഒന്ന് മാത്രമായിട്ട് മനുഷ്യന് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇത് മാത്രം എന്നുള്ളൊരു, ഇപ്പോൾ ഞാനൊരു പ്യുവർ വെജിറ്റേറിയനായിട്ട് ജീവിച്ച കാലമുണ്ട് കുറേ വർഷം. ഭയങ്കര പടവെട്ടിക്കൊണ്ട് ഉള്ളൊരു ജീവിതമായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ചറിയാണ് അങ്ങനെ ഒരു ഇസം, അല്ലെങ്കിൽ വെജിറ്റേറിയൻ, അല്ലെങ്കിൽ ഒരു യുക്തിവാദി, വാദിയും പ്രതിയും ആവണ്ട. നമുക്ക് ഒരു വേണ്ട ചില കാര്യങ്ങൾ എടുത്തിട്ട് നമ്മുടെ ഒരു ജീവിതം അത് പരമാവധി, ഞാൻ നേരത്തെ പറഞ്ഞതാ ശരിയായി ജീവിക്കുന്ന കല, അത് ആരാണ് പറഞ്ഞെനിക്കറിയില്ല, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അത് ആണ്. അത് നമുക്ക് പലതും വേണം. അതിൽ നമുക്ക് സിനിമ വേണം, പാട്ട് വേണം, പിന്നെ മറ്റ് കലാരൂപങ്ങൾ വേണം, സ്പിരിച്വാലിറ്റി വേണം, സൗഹൃദം, ഇതൊക്കെ വേണം. ഈവൻ കൃഷിയും ഭക്ഷണം ഇതൊക്കെ ചേർന്നതാണ്. അപ്പം ഇതിനൊക്കെ വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് പ്രകൃതി ജീവനത്തിൻ്റെ ഒക്കെ ഒരു സഹയാത്രികനായി കുറച്ചു കാലം നമ്മൾ പോയത്. അപ്പോൾ അങ്ങനെ അതിലൂടെ തന്നെ പോയിട്ട് നമ്മളവിടെ കണ്ടിട്ടുണ്ട് അതിൻ്റെ കുറേ മൗലികവാദികളുണ്ട്. അവർ ജീവിതം മരിക്കുന്നത് വരെ ഇതിനോടൊക്കെ പടവെട്ടി, അല്ലെങ്കിൽ മോഡേൺ മെഡിസിനോട് സമരം ചെയ്ത് അങ്ങനെ പോകുന്ന, അതിലൊക്കെ കുറച്ചു കാലമൊക്കെ ഇന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അവിടെയൊക്കെ. പൾസ് പോളിയോ വാക്സിനേഷനെതിരെയുള്ള സമരത്തിൽ കുറച്ചു കാലമൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇടവണ്ണ അങ്ങാടിയിൽ പ്രകൃതി ജീവനത്തിൻ്റെ പൊതുയോഗങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളുടെ കൂടെ. അപ്പോൾ അന്ന് ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ നമ്മളൊക്കെ അങ്ങനെ. പിന്നെ അതേ ഞാൻ തന്നെ ഇടവണ്ണ നൈറ്റ് വൈബ് ആസ്വദിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയും കൂടെ ഞാൻ പൊറാട്ട ഇടവണ്ണ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് കണ്ട ആൾ ഇപ്പോൾ ഇവിടെ പൊറോട്ട കഴിക്കുന്നു. അങ്ങനെ നമ്മളൊരു ബ്രാൻഡ് ചെയ്യപ്പെടേണ്ടതില്ല. ഇതെല്ലാം ചേർന്നാണ് ജീവിതം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ വേണ്ടത് എടുക്കുന്നുണ്ട്, നമ്മൾ ചിലത് കുരച്ച് നോക്കുന്നുണ്ട്, നമ്മൾ നമ്മളതായിട്ട് മാറ്റുന്നുണ്ട്. എന്നാൽ നമ്മളത് മാത്രമായിട്ടൊരു സാധനമില്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ദർശനങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നതും. അതുകൊണ്ട് വൈരുദ്ധ്യം ചിലപ്പോൾ പുറത്ത് നിൽക്കുന്ന ചിലർക്ക് തോന്നിയേക്കും, അന്ന് മാഷ് ഇങ്ങനെ ഇരുന്നല്ലോ, ഇപ്പോൾ ഇങ്ങനെയാണല്ലോ എന്നുള്ള. അതിപ്പോൾ എനിക്കതൊരു വലിയൊരു, ഇപ്പം
ചിരി തോന്നും, നമുക്ക് തമാശ തോന്നും. നമ്മളെ പഴയ ചില മൗലികവാദങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം ഭയങ്കര ഒരു ശ്രീനിവാസൻ സിനിമ ആസ്വദിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, വളരെ ഗൗരവമായിട്ടുള്ള ശ്രീനിവാസൻ്റെ ചില ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ, ഈ പിന്നെ ഭയങ്കര തീവ്രവാദിയൊക്കെ കൊണ്ടൊക്കെ പറയുന്ന ഡയലോഗ് പോലെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീനിവാസ സിനിമയൊക്കെ നമുക്ക് ഭയങ്കര ആസ്വദിക്കാനും പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്.